ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ? എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, അവർക്കുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്നുള്ളത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, ഫസ്റ്റ് ഒരു കാർഡ് വന്നിട്ടുണ്ട്. 8 ഓഫ് വാൺസിൻ്റെ എനർജീസാണ് നമുക്ക് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഐ തിങ്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നമുക്ക് പറയാം. മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലർക്കൊക്കെ, പക്ഷേ ഇവിടെ ഒരു ലെസ് കോണ്ടാക്ട് എനർജിയാണ്. നിങ്ങളെ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. പതിയെ മിണ്ടാതാവുക എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ആദ്യമൊക്കെ നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയായിട്ട്, പക്ഷെ പിന്നീട് ഈ ഒരു വ്യക്തിനെ നിങ്ങൾ മഷിയിട്ട് നോക്കിയിട്ട് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഫസ്റ്റിലെ നമ്മളൊരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ കൂടുതലായിട്ട് അവരിലേക്ക് ഒരു ഇതായി, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ അവരിലൊരു ഒബ്സസ്ഡ് ആയി, അഡിക്റ്റഡ് ആയി, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഒരു മതിപ്പ് തീരുന്ന ടൈമിൽ ഈ ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുന്നുണ്ടാവും. ഓക്കെ, ഒഴിവാക്കി തുടങ്ങുന്നുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ എനർജീസാണ് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നേരത്തേക്ക് ഒത്തിരി അധികം നിങ്ങൾ സംസാരിക്കുമായിരുന്നു. ഇവനത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫ്രീ ആകുന്ന ടൈമിൽ, ലൈക്ക് ഇവർ ജോബ് ചെയ്യുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കുമായിരുന്നു ഈ ഒരു വ്യക്തി. പക്ഷേ ഈ ഒരു ടൈമിൽ ഇവർ അത്രയും ടൈം എനർജീസ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, എങ്കിലും ചിലർക്കൊക്കെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമുക്കത് ഇവിടെ കാണാനും പറ്റുന്നുണ്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഇവിടെ ഒരു ഓൺ ഓഫ് എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റിലെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ലെസ് കോണ്ടാക്ട് ആണെന്ന് പറഞ്ഞു. ഇവിടെ അത് മാത്രമല്ല, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വന്നും പോയി നിൽക്കുന്ന ഒരു എനർജി ഈ ഒരു കണക്ഷനിൽ. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തന്നിട്ടുണ്ടാവില്ല. ഇവർ നിങ്ങളെ മാരി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ റിലീജിയസ് ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ഉണ്ട്, എന്തൊക്കെയോ കുറേ ഡിഫറൻസസ് നിങ്ങളുടെ ഇടയ്ക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും സ്റ്റിൽ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ നിങ്ങളെ മാരേജ് ചെയ്തോളാം, നമുക്ക് മാരേജ് ചെയ്ത് ഹാപ്പി മാരേജ് ലൈഫ് ഒക്കെ പോവാം എന്നുള്ളൊരു എനർജിയൊക്കെ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും റീസെൻ്റായിട്ട് ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവർ വന്നും പോയി നിൽക്കുന്നത് ഒരു ഫ്ലേർട്ടിൻ്റെ എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഫീൽ ചെയ്യുന്നുള്ളത്. നമ്മൾ ഓവറോൾ എനർജി ഒരു ഫ്ലേർട്ടാണ്, പക്ഷെ ബാക്കിയുള്ള കാർഡ്സ് കൂടെ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. വളരെയധികം ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഇവരുടേതായിട്ടുള്ള വളരെ സെൽഫിഷാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ടും പ്രയോറിറ്റി ഉള്ളത്. മൈവേ ഓർ ഹൈവേ എനർജീസ് ആയിരിക്കാം കൂടുതലായിട്ടും. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ ആണ് ആക്റ്റീവായിട്ടുള്ളത് കേട്ടോ. ഇവർ ഒത്തിരിയധികം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ടും സ്റ്റക്കാണ്. ശരിക്കും എക്സാക്റ്റ് എന്താണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ നടക്കുന്നത്, എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നില്ല. ഇവിടെ ഒരു മാരേജ് പോസിബിൾ ആവുമോ, ഈ ഒരു വ്യക്തി റിട്ടേൺ വരുമോ ഇവർ നിങ്ങളുടെ അടുത്ത്? പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്കൊരു എനർജി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിക്കുകയാണ്, ഇവരെ ഇനി വിശ്വസിച്ചുകൂടാ എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. Three of Swords and again 4 of Swords in energies ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ വളരെയധികം ഹേർട്ടാണ്. Hanged Man and the Tower. Justice, Queen of Cups in energies ആണ്. 2 കാർഡ്സ് ഒക്കെ അങ്ങ് വീഴുകയാണ്. 2 കാർഡ്സ് ഒന്നും നമുക്ക് വേണ്ട, ഇത്രയും കാർഡ്സ് വേണ്ട, അതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. പ്ലീസ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്?
ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇവിടെ ഈ ഒരു കണക്ഷനിൽ സെപ്പറേഷൻ എനർജീസ് ആണ്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ഉണ്ടായ ഒരു മട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഓവറോൾ എനർജി ഒരു സ്റ്റക്നെസ്സിൻ്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇവിടെ ഈ ഒരു കണക്ഷൻ എപ്പം ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഏത് എനർജിയിലാണോ ഉള്ളത്, ഈ ഒരു മൊമെന്റിലും ഈ ഒരു എനർജിയിലാണ് ഈ ഒരു കണക്ഷൻ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റിസ് മീൻസ് ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ജസ്റ്റിസ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത്. നിങ്ങൾ എത്രമാത്രം ഈ ഒരു കണക്ഷന് കൊടുക്കുന്നോ അത്രമാത്രം ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങൾക്ക് തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നില്ല. ഓക്കെ, കാരണം നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷെ ആ ഒരു വ്യക്തി കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാക്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്നതിനോടുമാണ് താല്പര്യമുള്ളത്. പലപ്പോഴും ഫസ്റ്റൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലുതായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും പക്ഷെ മുന്നോട്ടേക്ക് ഈ ഒരു വ്യക്തിയുടെ ട്രൂ കളർ നിങ്ങൾക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇവർക്ക് ഇമോഷണൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ വളരെ റൂഡും അതുപോലെ തന്നെ വളരെ റഫായിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു കണക്ഷനിലാണെങ്കിലും ഒരു സഡൻ ടവർ മൂവ്മെന്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു കണക്ഷനിൽ എൻഡിങ്സ് സംഭവിച്ചിട്ടുള്ളതും ഇത്രയും ഒരു ഹേർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളതും സഡൻലി ആണ്. ആ ഒരു ടൈമിൽ ഇവിടെ കമ്മ്യൂണിക്കേഷനും എൻഡായി. നിങ്ങൾ പക്ഷേ ഈ ഒരു കണക്ഷനിൽ സ്റ്റിൽ സ്റ്റക്കാണ്. ഓക്കെ, ടോട്ടലി സ്റ്റക്കാണ്. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ആണെങ്കിലും ഇയാൾ അധികം ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇമോഷൻസും ഫീലിങ്സും ഉള്ളതായിട്ട് എനിക്ക് ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ എനിക്ക് കാണുന്നത്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു എനർജി എന്ന് ഫീൽ ചെയ്യുന്നത് കേട്ടോ. വളരെ സെൽഫിഷാണ്. അയാളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടോ അയാളുടെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഈ ഒരു പേഴ്സൻ്റെ. നിങ്ങൾ വളരെ ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ സെക്ഷലി ഒക്കെ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു കണക്ഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയ്ക്കും ഒരു ഇത് ഫീൽ ചെയ്യുന്നത്, ലൈക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി ഓൾറെഡി നമുക്ക് റീഡിങ്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? ട്രൂ ഇൻറ്റൻഷൻ പ്ലീസ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടുള്ള ട്രൂ ഇൻറ്റൻഷൻ പ്ലീസ് ഡിവൈൻ. ഓക്കെ, കൺഫ്യൂഷൻ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഇയാൾ മാരീഡ് ആയിരിക്കാം കേട്ടോ. മേ ബി ഇവിടെ മാരീഡ് പേഴ്സൻ്റെ എനർജീസ് ആണ് എനിക്കിവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ പല സിറ്റുവേഷൻസ് ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. നിങ്ങളോട് ഒത്തിരി 2 തവണ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കേട്ടോ. 10 ഓഫ് സോൾസിൻ്റെ എനർജീസ്. ഇവിടെ നിങ്ങളോട് ഒത്തിരി അധികം സ്നേഹമുണ്ട് ഈ ഒരു വ്യക്തിക്ക്. എനിക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം 2 ടൈംസ് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവർക്ക് സ്നേഹമുണ്ട്, പക്ഷേ എങ്കിൽ ഇവരുടെ സിറ്റുവേഷൻസ് അല്ലെ എന്തോ ഇങ്ങനെയുള്ളതാണ്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. 2 സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ട ഒരു എനർജി ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി ആരുടെയോ കൺട്രോളിങ്ങിലാണുള്ളത്. ഈ ഒരു മൊമെന്റിൽ ആരുടെയോ കൺട്രോളിലാണ്. ആ ഒരു കൺട്രോളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ടോ നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരാനായിട്ടോ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈസ് ഓഫ് കപ്സിൻ്റെ എനർജി ഇമോഷൻസിനെയാണ് കാണിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇവർ നിങ്ങളെ പറ്റിച്ചിട്ട് പോട്ടെ. കാരണം ഇവരുടെ ആക്ഷൻസ്, ഇവരുടെ മനസ്സിലാണ് ഇത്രയും സ്നേഹം നിങ്ങളോടുള്ളത്. പക്ഷേ ഇവരുടെ പുറമേ ഉള്ള ആക്ഷൻസ് വൈസ് നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഈ ഒരു സ്റ്റോറി കേൾക്കുന്നവർക്ക് ഫീൽ ചെയ്യുന്നത് ഇയാൾ ഫ്ലേർട്ട് ആണെന്നായിരിക്കും. പക്ഷെ ഇവർക്ക് നിങ്ങളോട് ഫീലിങ്സും ഉണ്ട്, ഇമോഷൻസും ഉണ്ട്. ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കും സങ്കടമുണ്ട് ഈ ഒരു കണക്ഷൻ സഡൻലി എൻഡ്. ഇതൊരു ഡ്രാമാറ്റിക് എൻഡിങ്സ് ആണ് കണക്ഷൻ. ഒരിക്കലും കണക്ഷൻ എൻഡായി പോകേണ്ട ഒരു എനർജി ഒന്നും അല്ല. പക്ഷെ ഇവർ ഈ ഒരു കണക്ഷനെ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻഡാക്കി എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. യെസ്, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടൊരു ഇല്യൂഷനിലാണ്, ഒരു നെഗറ്റിവിറ്റിയിലാണുള്ളത്. കാരണം ഇവർക്ക് നിങ്ങളിലാണ് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളിലാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. പലപ്പോഴും ഫീലിങ്സിനെയും ഇമോഷൻസിനെയും എക്സ്പ്രസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു
യൂസ് ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോയി പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിന് ഒരു ഡൗട്ട് തോന്നിയിട്ട് ആ ഒരു കണക്ഷനിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നുണ്ടാവും. പിന്നെ അവിടെ നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം എത്രയൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണും. ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാരണം ഇവർ മാരീഡ് ആയിരിക്കാം, ഇവർക്ക് ഫാമിലി ഉണ്ടായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഇവർ നിങ്ങളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയുന്നത്. പക്ഷെ ഇവർക്ക് നിങ്ങളോട് ഒത്തിരി അധികം ഇഷ്ടമാണ്. ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവരുടെ ഈഗോ കൊണ്ട് മറച്ചു വെക്കുകയാണ്. പക്ഷെ ഇവർക്ക് നന്നായിട്ട് റിയലൈസ് ആവുന്നുണ്ട് ഈ ഒരു കാര്യം. ഇവർ ഹാപ്പി ഒന്നും അല്ല ഈ ഒരു സിറ്റുവേഷൻസിൽ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഒട്ടും ഹാപ്പി അല്ല. അവരുടെ കൺട്രോളിലാണുള്ളത്. തേർഡ് പാർട്ടിയുടെ അവിടെ നിൽക്കേണ്ടതായിട്ട് വരുന്നു. കാരണം മാരീഡ് ആണ്, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യണം. അതുകൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഫീലിങ്സോ ഇമോഷൻസോ അറ്റാച്ച്മെന്റോ ഒന്നും ഉള്ളതായിട്ട് എനിക്കിവിടെ കാണുന്നില്ല കേട്ടോ. നിങ്ങൾ ഹസ്ബൻഡിനും വൈഫിനും വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം നിങ്ങളെ ഒത്തിരി അധികം ഇവിടെ തേർഡ് പാർട്ടി അതർ വുമൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നുമില്ല. നിങ്ങളുമായിട്ട് ഹാപ്പി ലൈഫ്, മുന്നോട്ടേക്ക് ഒരു ലൈഫ് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. റിട്ടേൺ നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഓൾമോസ്റ്റ് എൻഡായോ എന്ന് ചോദിച്ചാൽ എൻഡായിട്ടില്ല. പക്ഷെ എന്നാലും ആ ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്ക് ആയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നുള്ളത് കേട്ടോ. എനിക്ക് ആ ഒരു എനർജിയും വൈബുമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളോട് ഇഷ്ടമാണ്. ഫോർ സം ഓഫ് യു എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ലവ് മാരേജ് ചെയ്തിട്ട് കെട്ടിയതായിരിക്കും. മേ ബി മാരേജ് അങ്ങനെ ലൈക്ക് ലവ് മാരേജ് ആയിരിക്കാം, ലവ് പ്ലസ് അറേഞ്ച് മാരേജ് ആയിരിക്കാം. പക്ഷെ എന്നാലും അതിനുശേഷം പിന്നീട് കുറച്ച് നാളുകൾക്ക് പിള്ളേരൊക്കെ ഉണ്ടായതിനൊക്കെ ശേഷം നിങ്ങൾ തമ്മിൽ ഒരു ആ ഒരു സ്നേഹം, ആ ഒരു കെയർ, ലവ് ഒക്കെ പിന്നീട് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കണം ഈ ഒരു സ്നേഹവും ആ ഒരു ഇഷ്യൂസൊക്കെ, ലവും കെയറും ഒക്കെ ഇല്ലാതായി പോയിട്ടുള്ളത്. എനിക്കതാ ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എഗെയിൻ നമുക്കിവിടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് 2 times 5 of Pentacles വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണത്തിലായിരിക്കും ലൈക്ക് ബാധ്യതകൾ ഉണ്ടായിരിക്കാം. ഫൈനാൻഷ്യൽ ക്രൈസിസ് എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി അത് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി അധികം ബാധ്യതകൾ, പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കാര്യം പൈസയൊക്കെ ഒരു വ്യക്തി കടം വാങ്ങിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടും അത് തിരിച്ചു കൊടുക്കാനായിട്ട് അയാൾക്ക് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര ടെൻഷനിലും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. ആ ടൈമിലായിരിക്കും നിങ്ങളുടെ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളും മെസ്സേജ് അയക്കലും ഒക്കെ കാണുമ്പോഴേക്കും ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഓൾറെഡി ടെൻഷനായിട്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ ലൈക്ക് ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും അവർ ടെൻഷനായിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളോട് നേരത്തെ സ്നേഹിച്ച പോലെ തന്നെ അവർക്കൊരു ലവും കെയറും നമ്മളെ വീണ്ടും അവരുടെ ആ ഒരു സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നുള്ളത് അത്രയും ടെൻഷനായിട്ടിരിക്കുമ്പോൾ. പലരുടെയും ഒരു പ്രശ്നമാണ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്നാണ് പറഞ്ഞത് മാം. എന്നാലും എന്നോട് സംസാരിക്കുന്നില്ല പഴയതുപോലെ, സ്നേഹിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഇത്രയും ടെൻഷനും സങ്കടമായിട്ട് മനപ്രയാസത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നിങ്ങളോട് റൊമാൻറ്റിക് ആയിട്ടുള്ള വാക്കുകളും അല്ലെങ്കിൽ സ്നേഹത്തോടെ സംസാരിക്കാനും പറ്റുന്നുള്ളത്? ഓക്കെ, എപ്പോഴും സ്നേഹവും ടെൻഷൻസും വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഒരു പടി മുന്നിൽ ടെൻഷൻസ് തന്നെയായിരിക്കും. നമ്മുടെ ഓവർ തിങ്കിങ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും ഉള്ളത്. അപ്പം ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു ഇമോഷൻസും മുന്നോട്ട് വരുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് മൈൻഡ് പവർ ഉള്ള ആളുകളായിരിക്കണം. ഓക്കെ, അതൊക്കെ വലുതായിട്ട് ബാലൻസിൽ നിൽക്കുന്ന ആളുകൾക്കായിരിക്കും എപ്പോഴും വരുന്നത് പോലെ വരട്ടെ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഒരു നോർമൽ പേഴ്സൺ ഒരിക്കലും അങ്ങനെ നിൽക്കാൻ ഒക്കെയില്ല. നിങ്ങളപ്പോൾ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക. അല്ലാതെ വീണ്ടും വീണ്ടും അവരെ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ ബ്ലോക്കുകളൊക്കെ വരുന്നുള്ളത്. പല സിറ്റുവേഷൻസും എനിക്ക് അതാ ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സൈഡാണ് ക്ലിയർ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് അവരുടെ അവസ്ഥകളൊന്നും അറിയണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. നമുക്കൊരു ബന്ധത്തിൽ ഒരിക്കലും സെൽഫിഷായിട്ട് ചിന്തിക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മളെപ്പോഴും അവരുടെ അവസ്ഥകളും കൂടി അറിഞ്ഞ് വേണം നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്കൊരു കുറച്ച് സ്പേസ് കൊടുക്കുക, കുറച്ച് ടൈം കൊടുക്കുക. നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ച് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സും ചെയ്യാൻ പോകുന്നുള്ളത് ബ്ലോക്കായിരിക്കും. കാരണം ആ സമയത്ത് അവർക്ക് സമാധാനമാണ് വേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതാണ് മിക്ക റിലേഷൻഷിപ്പിലും സംഭവിക്കുന്ന കാര്യം. അതാണ് ഇവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാരിറ്റൈൽ ആണെങ്കിൽ പോലും അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഒത്തിരി ക്ലയൻസ് ഞാൻ ഒത്തിരി അധികം കാര്യങ്ങൾ ഇതിങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ഒരു ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് കേട്ടോ.
ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജീസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു സോറി ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡിൽ ഒത്തിരിയധികം ഓവർ തിങ്കിങ്സ് ഉണ്ട്. ശരിക്കും നേരായിട്ടുള്ളൊരു വഴിയിലേക്ക് ഈ ഒരു വ്യക്തിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നിനെക്കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല. എനിക്കൊന്നിവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഫോർ സം ഓഫ് യു. ഡെവിലിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട്, ഒരു ഒബ്സഷൻ എനർജീസ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മൊത്തത്തിലൊരു നെഗറ്റിവിറ്റിയാണ്. പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു എനർജി ഒരു ലക്ഷ്യമാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അല്ലാതെ ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ഒരു ഔട്ട്കം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഫോർട്ട് എടുക്കുന്നുണ്ടാവണം. അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഈ ഒരു വ്യക്തി തന്നെ അഫോർട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷേ ഇവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചേഞ്ച് ആവണം, ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം, ഇവർ എഗെയിൻ കുറച്ചൊരു പീസിലാവണം, ഒരു ഹീലിങ്ങിൻ്റെ എനർജിയിലാവുമ്പോഴായിരിക്കും ഇവിടെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണോ ഈ ഒരു കണക്ഷനിൽ നിന്ന് അത് കിട്ടുന്നുള്ളത്. ഓക്കെ, ഈ ഒരു ടൈമിൽ ഇവർ എല്ലാ ബേർഡൻസിൽ നിന്നും ടെൻഷൻസിൽ നിന്നും മൂവ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം ഓൾറെഡി ഇവർക്ക് സമാധാനം ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള സിറ്റുവേഷൻസിനെയും ബേർഡൻസിനെയൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാലോ എന്നുള്ളൊരു മട്ടായി ഒരു വ്യക്തിക്ക്. ഓൾറെഡി അറിയാം നിങ്ങൾ അവിടെ ഉണ്ട്, അവൈലബിൾ ആണെന്നുള്ളൊരു എനർജി ഒരു വ്യക്തിക്ക് അറിയാം. ഭയങ്കരമായിട്ടും കൺഫ്യൂഷനാണ്. പിന്നെ ചിലർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഫാമിലി ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം അത് അങ്ങനെ വന്നപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യണോ ഫാമിലിയെ ചൂസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ഒരു വ്യക്തി ഉള്ളത്. നിങ്ങളോട് ചെയ്ത് എന്താണോ അതിൽ ആ ഒരു വ്യക്തിക്ക് റിഗ്രഷനുണ്ട്. ഈ ഒരു കണക്ഷനിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഈ ഒരു വ്യക്തിക്ക് റിഗ്രഷനുണ്ട്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സ്റ്റക്കാണ്. ഇവിടെ കൂടുതലായിട്ടും സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി നിങ്ങളുടെ ഫാമിലി തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടൊരു എനിക്കൊന്നു ഫോർ സം ഓഫ് യു വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ കണക്ഷനിൽ എൻ്റർ ആയിട്ടുണ്ട്. അപ്പം ആ ഒരു വ്യക്തിയുടെ എനർജീസും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് അട്രാക്റ്റഡ് ആണ് നിങ്ങളിൽ കേട്ടോ. ഇപ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് വൈബ് നിങ്ങളുടെ അടുത്തുനിന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അട്രാക്ഷൻ്റെ എനർജീസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പെട്ടെന്നൊന്നും അവിടെ നിന്നൊരു കമ്മിറ്റ്മെൻറ്റോ സ്റ്റെബിലിറ്റിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എപ്പോഴും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഒരു ഫലം ഉണ്ടാകുന്നത്. നിങ്ങൾ ക്ഷമയില്ലാതെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ക്ഷമയില്ലാതെ ഓരോരോ കാര്യങ്ങൾ, അതൊരു പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, കണക്ഷൻ നിൽക്കുന്ന ആയിക്കോട്ടെ പോകുന്ന ആയിക്കോട്ടെ, ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക. എങ്ങനെയാണ് കണക്ഷൻ മുന്നോട്ട് പോകുന്നതെന്ന് നല്ല രീതിക്ക് നോക്കിക്കാണുക. അതിനുശേഷം അതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുക കേട്ടോ. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എഗെയിൻ ഈ ഒരു വ്യക്തി ന്യൂ ആയിട്ട് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ. എനിക്കൊന്ന് ബിസിനസ് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൈസയ്ക്ക് ആവശ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ. അപ്പം അതിൻ്റെ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫ്രൂട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ സം ഓഫ് യു എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ബിസിനസ് മാനുമായിട്ടാണ്, അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയായിരിക്കും ഒരു വ്യക്തിക്ക്. ഓക്കെ, ഭയങ്കര ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ കിങ് ഓഫ് പെൻറ്റിക്കിൾസിനുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾ എപ്പോഴും എന്താണ്, വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലൈഫ് ടൈമിൽ വൺ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിൽ വൺ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു എനർജി ഇത് ഇവരുടെ ഫാമിലിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ തേർഡ് പാർട്ടിയാണ്, അതർ വുമൺ ആണ് ഈ ഒരു മാരേജ് ലൈഫിലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടിയാണ്, ഫാമിലിയാണ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും, സ്നേഹം ഉണ്ടെങ്കിൽ പോലും, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർ ഇമോഷണൽ വൈസ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ എത്രയൊക്കെ ഓപ്ഷൻസ്, എത്രയൊക്കെ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ മുന്നിൽ വന്നെന്ന് പറഞ്ഞാലും ഇവർ പോകുന്നുണ്ടാവും അടിച്ചു പൊളിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഫാമിലി എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കണക്ഷനിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം വരുന്നുണ്ടാവും, പക്ഷേ എങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. ഓവറോൾ എനർജി സണ്ണാണ് ഇവിടെ വന്നിട്ടുള്ളെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒത്തിരിയധികം ട്രാൻസ്ഫോർമേഷന് ശേഷമായിരിക്കും ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് വരാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളൊരു ഗ്രോത്ത് വേണം, കണക്ഷനിലൊരു ഒരു ചേഞ്ച് വേണം. വ്യക്തി നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ടാവില്ല. കാരണം ഇപ്പോഴിനി മുന്നോട്ടേക്ക് കുറച്ച് നാളത്തേക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജി കിങ് ഓഫ് സോർട്സിൻ്റെ ആയിരിക്കും. അയാൾക്ക് റിയലൈസേഷൻ ഉണ്ടാവണം, അയാളുടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ആവണം. ആ ടൈമിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു എനർജീസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് അവരുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പെർഫെക്റ്റ് ടൈമിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നോട്ട് ദി റൈറ്റ് ടൈം. കണ്ടില്ലേ, ഈ ഒരു ടൈം ശരിയായിട്ടുള്ള ടൈമല്ല. നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത് ഈ ഒരു കണക്ഷനിൽ നിന്ന്, അതിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈമല്ല. പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയുടെ ചേഞ്ചസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു എനർജീസാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.